മാഷിപ്പോ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവാണല്ലോ. അപ്പൊ കഴിഞ്ഞ ടേമില് നമ്മള് മുല്ലശ്ശേരി പഞ്ചായത്തില് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന ഫണ്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് പലവട്ടം വെട്ടിക്കുറച്ച് വളരെ പരിമിതമായ ഫണ്ടാണ് വരുന്നത് എന്നതൊരു സത്യമാണ്. ആവശ്യത്തിനുള്ള ഫണ്ട്, വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് സർക്കാർ അനുവദിക്കുന്നില്ല എന്നുള്ളത് തികച്ചും ഖേദകരവും പ്രതിഷേധാർഹവുമായ സംഗതിയാണ്. പക്ഷെ ആ സാഹചര്യത്തിലാണെങ്കിൽ പോലും എൻ്റെ ഡിവിഷനിൽ ഒരു 4 സിവിൽ വർക്കെങ്കിലും എനിക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായ സംഗതിയാണ്. ഇതേ ഭരണസമിതിയിലെ ഒരു ഭരണപക്ഷ അംഗം പാതി വഴിയിൽ രാജിവെച്ച് പോയത് നമ്മളെല്ലാവരും കേട്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഉന്നയിച്ച ആരോപണം ഒരു വർക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഡിവിഷനിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ച് പോയത്. ആ സാഹചര്യത്തിലും എൻ്റെ ഡിവിഷനിൽ ഒരു 4 സിവിൽ വർക്കെങ്കിലും സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാനൊരു നേട്ടമായി കാണുകയാണ്. ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പാസ്സാക്കുക, പിന്നെ ക്യാൻസൽ ചെയ്യുക എന്ന രീതിയിൽ ആ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ ട്രഷറിയിൽ ഫണ്ട് വരുന്നു പറയും, പിന്നെ കൊടുക്കാൻ പാടില്ല എന്ന് പറയും, അങ്ങനെ അത് സ്പിൽ ഓവറാക്കി മാറ്റുന്ന തരത്തിൽ ഫണ്ടുകളെ വകമാറ്റുന്ന ഒരു സംഗതി നടക്കുന്നത് കൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന് ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസം എനിക്കില്ല.